വീട്ടമ്മമാർക്ക് എന്തെല്ലാം തരം പുഡിങ്സാണ് ഉണ്ടാക്കാൻ സാധിക്കുക. പുഡിങ്സ് എന്ന് പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിലെ വീട്ടമ്മമാർക്കെല്ലാം ഉണ്ടാക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. വെറൈറ്റി ഓഫ് പുഡിങ്സ്, പലതരം പുഡിങ്ങുകൾ. അപ്പോൾ കുട്ടികൾക്കും അത് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ വീട്ടമ്മമാർക്ക്, അതായത് വീട്ടിലെ അമ്മമാരെല്ലാം പലതരം പുഡിങ്ങുകൾ, പല ടൈപ്പ് ഓഫ് പുഡിങ്സ്, പല പല പരീക്ഷണങ്ങൾ ഒക്കെ നടത്താറുണ്ട്. അപ്പം പുഡിങ്സിൻ്റെ വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കണം. അപ്പോൾ നമ്മളിന്ന് ഇത്രയും ഞാൻ പറഞ്ഞല്ലോ, ഒരു പുഡിങ്ങാണ് തയ്യാറാക്കുന്ന, വ്യത്യസ്തമായ അതേസമയം നല്ല സ്വാദുള്ള, ഉണ്ടാക്കാൻ എളുപ്പമുള്ളൊരു പുഡിങ്. ഇത് വേണമെങ്കിൽ ഇതിൻ്റെ പേര് നമുക്ക് ഇതൊരു സ്ട്രോബെറി ബേസാണ്. നല്ല ഫ്രഷ് സ്ട്രോബെറീസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. സ്ട്രോബെറി സ്പഞ്ച് പുഡിംഗ് എന്നാണ് ഞാൻ ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിതൊരു 3 ലെയർ പുഡിങ്ങാണ്. താഴത്തെ ലെയറിൽ ഏറ്റവും താഴെയായിട്ട് ഒരു സ്പഞ്ച് കേക്കിൻ്റെ ഒരു ലെയർ ഉണ്ടാകും. അതിൻ്റെ മുകളിലായിട്ട് നല്ല ഫ്രഷ് സ്ട്രോബെറി വെച്ചിട്ടൊരു പ്യൂറി ഉണ്ടാക്കി, അത് വെച്ചിട്ടൊരു എന്താ പറയുക, ഒരു ഷുഗർ എല്ലാം ചേർത്ത്, പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നല്ല ഒരു ഫില്ലിങ്, സ്ട്രോബെറി ഫില്ലിങ്. അതിൻ്റെ മുകളിലായിട്ടൊരു നല്ല റിച്ച് കസ്റ്റേർഡ് ഫില്ലിങ്ങും ഉണ്ടാകും. അങ്ങനെ 3 ലെയറായിട്ട് വരുമ്പോൾ എന്തൊരു സ്വാദായിരിക്കും നമ്മളുടെ സ്ട്രോബെറി സ്പഞ്ച് പുഡിങ്. അപ്പോൾ നമുക്കൊന്ന് പരീക്ഷിക്കാം അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്പഞ്ച് കേക്ക് 1/2 കിലോയുടെ ഒരെണ്ണം. ഇനി ഷുഗർ സിറപ്പിന് വേണ്ട ചേരുവകൾ: പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, വെള്ളം 1 കപ്പ്, നാരങ്ങാ നീര് 1/4 ടീസ്പൂൺ. സ്ട്രോബെറി ലെയറിന് വേണ്ട ചേരുവകൾ: ഏകദേശം 300 ഗ്രാം സ്ട്രോബെറീസ്, പഞ്ചസാര 8 മുതൽ 12 ടേബിൾ സ്പൂൺ വരെ. ഇനി കസ്റ്റർഡിന് വേണ്ട ചേരുവകൾ: പാൽ 2 കപ്പ്, മുട്ട 3 എണ്ണം, മിൽക്ക് മെയ്ഡ് 1 ടിൻ, ജലാറ്റിൻ 1.5 ടേബിൾ സ്പൂൺ, ഫ്രഷ് ക്രീം 1 കപ്പ്, വിപ്ഡ് ക്രീം 2 കപ്പ്, വാനില എസൻസ് 1 ടീസ്പൂൺ. ഇനി ജലാറ്റിൻ കുതിരാൻ ആവശ്യമായ ഐസ് വാട്ടർ 1/4 കപ്പ്. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി സ്പഞ്ച് പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജലാറ്റിൻ കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ 1.5 പ്രത്യേകിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 മുട്ടയുടെ മഞ്ഞ 1 സ്പൂൺ കൊണ്ട് ഉടച്ചിട്ട് ഇച്ചിരി പാൽ, നമ്മൾ അളവ് പാൽ 2 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഉടച്ചു വെച്ചാലും ചെറുതായിട്ട് തരി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മളത് ആദ്യമേ തന്നെ കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് അരിപ്പയിൽ കൂടെ അരിച്ചു മാറ്റും. അല്ലെങ്കിൽ കസ്റ്റർഡ് ഉണ്ടാക്കുമ്പോൾ ഈ മുട്ടയുടെ മഞ്ഞയുടെ തരിയെല്ലാം ഇരുന്നിട്ട് കുറച്ച് പോകാം. അപ്പോൾ മുട്ടയുടെ മഞ്ഞയും പാലും കൂടി ചേർന്ന മിശ്രിതം. അപ്പോൾ ബാക്കി പാല് എല്ലാം കൂടി ചേർത്ത് 2 കപ്പ് പാല്. പിന്നെ വേണ്ടത് കണ്ടൻസ് മിൽക്ക് മെയ്ഡ് 1 ടിൻ,
ടിന്നിൽ നിന്നും പൊട്ടിച്ച് ഞാനൊരു പാത്രത്തിലാക്കി വെച്ചിരുന്നതാണ്. കറക്റ്റ് അളവാണ്, 1 ടീൻ മിൽക്ക് മെയ്ഡ്. അപ്പോൾ മുട്ടയുടെ മഞ്ഞ ഡയറക്റ്റ് ചേർക്കുന്നതിന് പകരം ആ പാലിൽ കുറച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ച് മാറ്റിയിട്ട് വേണം ചേർക്കാൻ. ഇപ്പോൾ നമ്മളുടെ കസ്റ്റേർഡ് ഇങ്ങനെ ഒരു കുറുകിയ രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു, കണ്ടില്ലേ? ഇത്ര ആവശ്യമുള്ളൂ. ഈ ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഈ അടുപ്പിൽ നിന്ന് മാറ്റി ഇപ്പുറത്തോട്ട് വെറുതെ മാറ്റി വയ്ക്കുന്നു. ഇനി ഈ അടുപ്പിലേക്ക് നമ്മൾ മറ്റൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കാൻ പോവുകയാണ്. അതെന്തിനാണ്? നമ്മൾ ജലറ്റിൻ ഉരുക്കിയെടുക്കാനാണ്. അപ്പോൾ ജലറ്റിൻ കുതിർന്ന് റെഡിയായിരിക്കുകയാണ്. 1/4 കപ്പ് ഐസ് വാട്ടർ ഒഴിച്ച് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ ജലറ്റിൻ കുതിരാനായി മാറ്റി വെച്ചിരുന്നു. അപ്പോൾ കുതിർന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതെന്താ, ഇനി ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഈ പാത്രം ഇറക്കി വെച്ച് ഇളക്കിക്കൊണ്ടിരുന്നാൽ അത് വാട്ടറി ആയിട്ട് വരും, ശരിക്കും അലിഞ്ഞ് വരും. അപ്പോൾ നമ്മുടെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങുന്നു. ഇനി ഇതിലേക്ക് കുതിർത്ത ജലാറ്റിൻ. അപ്പോൾ താഴത്തെ ചൂട് കൊണ്ട് തന്നെ ഇതിങ്ങനെ അലിയാൻ തുടങ്ങിയിട്ടുണ്ട്, മെൽറ്റ് ചെയ്ത് തുടങ്ങി. കസ്റ്റർഡ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, കാര്യം മേളിലൊരു പാട പോലെ ഒന്നും വരാൻ പാടില്ല, ഫോർമേഷൻ ഉണ്ടാകും. അതിന് വേണ്ടി മാത്രം ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ ജലാറ്റിൻ നന്നായിട്ട് ഉരുകി കഴിഞ്ഞു, മെൽറ്റായി വന്നു കഴിഞ്ഞു, കണ്ടില്ലേ? അടുപ്പിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഉരുക്കിയ ജലാറ്റിനും കസ്റ്റേർഡിൻ്റെയും ചൂട് ഏതാണ്ട് ഒരുപോലെ തന്നെ ആയിരിക്കണം, അതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ രണ്ടിൻ്റെയും ഒരു ടെമ്പറേച്ചർ ഏകദേശം ഒരുപോലെ ആകുകയാണെങ്കിൽ പുഡിങ് നല്ല രീതിയിൽ തന്നെ സെറ്റായി വരും. അപ്പോൾ ഉരുക്കിയ ജലാറ്റിൻ 1.5 ടേബിൾ സ്പൂൺ ജലറ്റിൻ, 1/4 കപ്പ് ഐസ് വാട്ടറിൽ ഒരു 5 മിനിറ്റ് കുതിർത്തതാണ് ഇപ്പോൾ നമ്മൾ ഈ കസ്റ്റേർഡിലേക്ക് ചേർത്തിരിക്കുന്നത്. കസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല, ഇത് 2 കപ്പ് പാല്, 3 മുട്ടയുടെ മഞ്ഞ, പിന്നെ 1 ടിൻ മിൽക്ക് മെയ്ഡ്, ഇത്രയും കൂടി ചേർത്തിട്ട് കുറുക്കിയെടുത്തതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നിട്ട് ഫാനിൻ്റെ താഴെ വെച്ച്, അല്ലെങ്കിൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടിഭാഗത്ത് കുറച്ച് തണുത്ത വെള്ളമുള്ളൊരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് മുകളിൽ ഫാനും കൂടി ഇട്ടിട്ട് ഇളക്കി കൊണ്ടുവന്നാൽ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. അപ്പോൾ അതൊരു സൈഡിൽ തണുപ്പിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് സ്ട്രോബെറി ലെയറിന് വേണ്ട സ്ട്രോബെറി തയ്യാറാക്കാം. ഇനി നമുക്ക് സ്ട്രോബെറി ലെയറിന് വേണ്ട സ്ട്രോബെറിയെ നമുക്കൊന്ന് ഷുഗർ സിറപ്പിലിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ സ്ട്രോബെറീസ് ഒരു 300 ഗ്രാം എന്ന് പറയാം, ഏകദേശം 3 ബോക്സ്. ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ബോക്സിലാണ് കിട്ടുന്നത്, ചെറിയ ചെറിയ ബോക്സ്. അങ്ങനെ ഒരു 3 ബോക്സ് സ്ട്രോബെറി ഞാൻ മേടിച്ചിരുന്നു. അതിൽ നിന്നും അതിൻ്റെ ആ തൊണ്ടെല്ലാം മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഞാൻ മിക്സിയുടെ ബൗളിൽ വെച്ചിട്ട് 1-2 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് അടിച്ചപ്പോൾ ഇങ്ങനെ ഒരു പൾപ്പ് മാതിരി, അതായത് പേസ്റ്റ് പോലെയല്ല, ക്രഷ്ഡ് ഫോമിലാക്കി. ഇപ്പോൾ ക്രഷ്ഡ് സ്ട്രോബെറീസ്, ഫ്രഷ് സ്ട്രോബെറീസാണിത്. അപ്പോൾ അത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല, അതിനകത്തുള്ള ജ്യൂസ് ആ സ്ട്രോബെറിയുടെ ജ്യൂസാണ്. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല മണമാണ്, സ്ട്രോബെറി ഫ്ലേവർ അറിയാമല്ലോ, നമ്മുടെ പെർഫ്യൂംസിൽ പോലും സ്ട്രോബെറി ഫ്ലേവർ നമുക്ക് കിട്ടും ഇതിനോടൊപ്പം. അപ്പോൾ വെള്ളമേ പാടില്ല, അത് വളരെ ശ്രദ്ധിക്കുക. ആ സ്ട്രോബെറിക്ക് അകത്തുള്ള ജ്യൂസ് തന്നെയാണ് അതിനകത്തുള്ളത്. അതിനോടൊപ്പം അടുപ്പ് കത്തിച്ചു കൊടുക്കാം. കുറച്ച് പഞ്ചസാര, 7, 8, 9, 10, ഏകദേശം 10 ടേബിൾ സ്പൂൺ വരെ ആകാം. അപ്പം നമ്മൾ നോക്കുക, സ്ട്രോബെറി നല്ല സ്വീറ്റാണ്, നല്ല, അതായത് നന്നായിട്ട് റൈപ്പായിട്ടിരിക്കുകയാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ച് കുറയ്ക്കാം. പക്ഷേ ഇതിൽ മിക്സ്ഡ് ആണല്ലോ, അപ്പോൾ ആ സ്ട്രോബെറി പുളിയുള്ളതും മധുരമുള്ളതും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ ക്വാണ്ടിറ്റി 8 മുതൽ 12 ടേബിൾ സ്പൂൺ വരെ ആകാം. നമ്മളൊന്ന് ഇളക്കി ഇതൊന്ന് നല്ലൊരു പൾപ്പിയായിട്ട് വരട്ടെ. അത് നമ്മുടെ ഒരു ലെയറാണ്, സ്ട്രോബെറി ലെയർ. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നാച്ചുറൽ കളർ, വേറെ കളറൊന്നും നമ്മൾ ചേർത്തിട്ടില്ല, സ്ട്രോബെറിയുടെ ഒറിജിനൽ പിങ്ക് കളറാണ് സ്ട്രോബെറി കളർ. അപ്പോൾ മധുരം പോരാന്നുണ്ടെങ്കിൽ ഇനിയും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 8 ടേബിൾ സ്പൂണാണ് ചേർത്തത്, വേണമെങ്കിൽ ഞാൻ 2 ടേബിൾ സ്പൂണും കൂടി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയായി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യുക. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. അപ്പോൾ നമ്മളുടെ സ്ട്രോബെറി നല്ല, എന്താ പറയുക, ക്രഷ്ഡ് ആക്കിയത് പഞ്ചസാരയുടെ കൂടെ ചേർന്ന് നല്ല കറക്റ്റ് പാകത്തിന് ഫില്ലിങ് റെഡി ആയി കഴിഞ്ഞു. തീ ഓഫ് ചെയ്യാം. ഇതും തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ കസ്റ്റേർഡ് ഇവിടെ തണുത്ത് റെഡി ആയിരിക്കുവാണ്. അപ്പോൾ തണുത്തിരിക്കുന്ന നമ്മളുടെ കസ്റ്റേർഡ്
അതിവിടെ റെഡിയാണ്. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം, 1 കപ്പ് ഫ്രഷ് ക്രീം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പ് ചേർക്കാം. ഒരു കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് യോജിപ്പിക്കാം. ഇനി കുറച്ച് വാനില എസൻസും കൂടി ചേർക്കാം. വാനില എസൻസ് ഇനി എന്താ വേണ്ടത്? ഇനി അടുത്തതായിട്ട് വേണ്ടത് നമ്മൾ വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് പതപ്പിക്കണം. അപ്പോൾ വിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 2 കപ്പോളം നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ ഏതാണ്ടൊരു 1 കപ്പോളം ഫ്രോസൺ വിപ്പിംഗ് ക്രീം എടുക്കുകയാണ്. കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി. കാര്യം ഇത് വിപ്പ് ചെയ്ത് വരുമ്പോൾ കുറച്ച് കൂടുതൽ വോളിയം ഉണ്ടാവും. ഇനി നമ്മളൊരു ബ്ലെൻഡർ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. കുറച്ച് നേരം ഇങ്ങനെ വിപ്പ് ചെയ്ത് കൊണ്ടിരുന്നാൽ മാത്രമേ ഇതിങ്ങനെ ശരിക്കും പതഞ്ഞ് പോകും. ഇച്ചിരി ക്ഷമ വേണം. നമ്മൾ വിപ്പിംഗ് തുടങ്ങിയ ഉടനെ തന്നെ ഇതിങ്ങനെ ഫോം ആവില്ല. ഇച്ചിരി സമയം, ഒരു 5-6 മിനിറ്റ് സമയം ഇങ്ങനെ വിപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പം നമ്മളുടെ വിപ്ഡ് ക്രീം നല്ലതായിട്ട് വിപ്ഡായി കഴിഞ്ഞു. നല്ല പതഞ്ഞ് കണ്ടില്ലേ? ഇതിനി പാത്രം ഇങ്ങനെ തിരിച്ചു വെച്ചാലും താഴേക്ക് വീഴില്ല. അതാണ് കറക്റ്റ് പാകം. അങ്ങനെ ആകണം. എങ്ങനെ വേണമെങ്കിലും പാത്രം കമിഴ്ത്താം, ഇങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ആ രീതിയിലാകണം. നമ്മൾ ഏതാണ്ടൊരു 2 കപ്പോളം ചേർക്കാൻ പോവാണ് നമ്മുടെ കസ്റ്റേർഡിലേക്ക്. സാവധാനം യോജിപ്പിച്ചെടുക്കുക. ആദ്യം ഒരു റൗണ്ട് നമ്മൾ ഇതിൽ വെച്ച് യോജിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി വേണ്ടത് 3 മുട്ടയുടെ വെള്ള. അത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് മറ്റൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് വീണ്ടും നമ്മൾ ബീറ്റിംഗ് പ്രോസസ്സിലേക്ക് പോവാണ്. പതപ്പിച്ചെടുക്കണം. അങ്ങനെ എഗ് വൈറ്റും നന്നായിട്ട് പതപ്പിച്ച് വളരെ ഫോമി ആക്കി എടുത്തിട്ടുണ്ട്. നല്ല പതച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ എഗ് വൈറ്റ് ഞാൻ സാവധാനം യോജിപ്പിക്കാം. ആദ്യം കുറച്ചെടുക്കുക, എന്നിട്ട് വളരെ സാവധാനം ഇങ്ങനെ. ഈ ഒരു കസ്റ്റേർഡിൻ്റെ ടെക്സ്ചർ തീരുമാനിക്കുന്ന ഈ എഗ് വൈറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റേജിലാണ് അത് ശരിക്കും നല്ലൊരു ഫ്ലഫി ആയിട്ട് മാറുന്നത്. ഇപ്പോൾ ശരിക്കും നല്ലൊരു പതഞ്ഞ ഒരു ഫോമിലേക്ക് നമ്മളുടെ കസ്റ്റേർഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പുഡിങ്ങിൻ്റെ മെയിൻ പോർഷൻ. ഇതിൻ്റെ മേജറായിട്ട് വരുന്ന ഒരു മേജർ ചങ്ക്, അല്ലെങ്കിൽ ആ 3 ലെയറിലെ ഈ ലെയറാണ്
ജാമിനെ പോലെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലാണ്. അപ്പോൾ ഇത് താഴേക്ക് ഇറങ്ങിപ്പോയി ഇതിൻ്റെ സിറപ്പ് കൊണ്ട് ഇത് സോക്കാകും എന്നുള്ളൊരു പ്രതീക്ഷ വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയറിൻ്റെ പണിപ്പുരയിലേക്ക് കയറിക്കഴിഞ്ഞു. നല്ല മണം സ്ട്രോബെറിയുടെ. ഇതൊരു ആർട്ടിഫിഷ്യൽ ഫ്ലേവറും നമ്മൾ ചേർത്തിട്ടില്ല, ഒരു സ്ട്രോബെറി എസൻസും ഇല്ല. ഇത് റിയൽ സ്ട്രോബെറി, ഫ്രഷ് സ്ട്രോബെറി. ധാരാളമായിട്ട് സ്ട്രോബെറി ഉണ്ട്, ഒരു കുറവും വരുത്തിയിട്ടില്ല. ലാവിഷ്. അപ്പോൾ നമ്മളുടെ സ്ട്രോബെറി ലെയറും റെഡി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കസ്റ്റർഡ്. ഇതൊരു ട്രാൻസ്പെറൻറ്റ് പാത്രമായിരുന്നെങ്കിൽ കറക്റ്റ് കളർ ഇങ്ങനെ അറിയാൻ സാധിക്കും 3 ലെയറിലെ. എന്തായാലും കുഴപ്പമില്ല, നമ്മൾക്കിത് സെർവ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. ഇനി ഇതെടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ആക്കണം. അപ്പോൾ ഇത് നന്നായിട്ട്, ഇത് ജലറ്റിൻ ചേർത്ത ഒരു ഏരിയയാണ്, അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് സെറ്റായി വരും. അപ്പോൾ പെട്ടെന്ന് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വയ്ക്കുക, അരമണിക്കൂർ കൊണ്ട് സെറ്റാവും. അല്ലെങ്കിൽ താഴത്തെ തട്ടിൽ വെച്ച് സെറ്റാക്കി എടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ, ഇഷ്ടാനുസരണം ഷേപ്പാക്കി, സ്ക്വയർ ഷേപ്പായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്നിട്ട് ആ 3 ലെയർ വരുന്ന രീതിയിൽ സ്ക്വയർ ഷേപ്പിലെടുത്തിട്ട് പാത്രങ്ങളിൽ വെച്ച് സെർവ് ചെയ്യാം. എന്തായാലും ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്ട്രോബെറി സ്പഞ്ച് പുഡിംഗ് ഇവിടെ സെറ്റായി കഴിഞ്ഞു, ഏകദേശം സെറ്റായി. അതായത് തിരിച്ചും മറിച്ചൊക്കെ വെച്ചാൽ താഴെ പോകാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇച്ചിരൂടെ സെറ്റാകാനുണ്ട്. ആക്ച്വലി സമയക്കുറവ് കൊണ്ട് ഞാൻ പുറത്തെടുത്തു എന്നേ ഉള്ളൂ കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ വരില്ല. കാര്യം സെറ്റായി തുടങ്ങിയിട്ടേ ഉള്ളൂ, ഓൾമോസ്റ്റ് സെറ്റാണ്. പക്ഷേ ഇച്ചിരി സമയം കൂടി ഇരുന്ന് സെറ്റായി കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് കാണിച്ചു തരാൻ പറ്റും ആ ലെയേഴ്സ്. ഒന്ന് നോക്കിയാലോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആയിട്ടില്ല, ഓൾമോസ്റ്റ് ആയിട്ടേ ഉള്ളൂ. സെറ്റാകുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ എല്ലാ സൈഡിലെയും ക്രോസ് സെക്ഷൻ നോക്കുകയാണ്. ഇവിടെ കേക്കിൻ്റെ കുറച്ച് കാണാം, പിന്നെ എന്താ പറയുക, നമ്മളുടെ സ്ട്രോബെറീസ് കാണാം, വെള്ളത്തെ കസ്റ്റർഡ് കാണാം. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് അത്ര ആയിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ വരുന്നേ ഉള്ളൂ. പക്ഷേ നല്ല രീതിയിൽ നമുക്ക് ഷേപ്പ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഈ അളവിൽ നിന്നും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 15 പേർക്കെങ്കിലും 15-20 പേർക്ക് പുഡിങ് കൊടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും തീർച്ചയായിട്ടും പരീക്ഷിക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ്. പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം.